മാഷാല്ല മാഷാല്ല ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും മാഷാല്ല വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇനിയിപ്പോൾ ഇതിൽ കണ്ണുവെക്കാൻ എന്തിരിക്കുന്നതെന്ന് ചോദിക്കുന്ന നിങ്ങളോട് നിങ്ങൾ കണ്ടുകൊണ്ടിട്ടില്ലെങ്കിലും എൻ്റെ കണ്ണ് തന്നെ കൊള്ളുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ട് കേട്ടോ. കാരണം മുമ്പ് ഞാൻ ഈ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഒരു ദിവസം 2-3 വർക്ക് ഉണ്ടെങ്കിലും പിന്നെ എനിക്കൊരു വർഷത്തേക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും അതവിടെ പൂട്ടിക്കെട്ടി വെച്ചപ്പോൾ എനിക്ക് എന്നല്ല എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും സമാധാനമായിട്ടുണ്ട്. കാരണം ഞാനായിട്ട് അതിൽ വലിയ പൈസക്കാരിയാവുമെന്ന് എൻ്റെ ചുറ്റുള്ളവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ആ കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ പോകുന്നേണ്ട ആ അല്ലൂറ ഗോൾഡൻ കപ്പ് ഉണ്ടോ, ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെപ്പോലെ ഒരു സിസ്റ്റേഴ്സ് തുടങ്ങിയ സംരംഭമാണല്ലോ ഇന്ന് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന കാണുന്നത്. ഏതെങ്കിലും ഒരു ടൈം നമ്മളും അങ്ങനെയൊക്കെ എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നീ ഇത്ര വേഗം എന്തിനാ ഇത്ര വലുതായി സ്വപ്നം കാണുന്നത് പറയുന്നവരോട്, കാരണം നമ്മൾ കുന്നോളം സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്ക് കുന്നിക്കുരോളെങ്കിലും എത്താൻ പറ്റൂ എന്നല്ലേ. അപ്പോൾ നമുക്കും അങ്ങനെ സ്വപ്നം കണ്ടോക്കാം. അപ്പോൾ ഇന്നത്തെ ഡേനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മളൊരു ദിവസം എന്ന് പറയുന്നത് ഫുള്ളി പർച്ചേസ് ഡേ ആണ്. അപ്പോൾ രാവിലെ ഒരു 11 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ കട്ട പർച്ചേസിങ്. നല്ല ഉച്ചയ്ക്ക് നല്ല ഊണൊക്കെ കഴിച്ച് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ നമുക്ക് നല്ലൊരു റെസ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വന്ന വഴി മറക്കരുത് എന്ന് പറയുന്നതൊക്കെ ഇല്ലേ, നമ്മളിവിടെ വന്ന വഴിയും മറന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പരാഗെന്ന് മറ്റൊരു പരാഗിലേക്കും മറ്റൊരു പരാഗിലേക്കും പോയി ലാസ്റ്റ് നമുക്ക് എവിടെയാ ഉള്ളതെന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഉച്ചക്കത്തെ ബ്രേക്ക് ചെയ്യാൻ കറക്റ്റ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കായിരുന്നു നിങ്ങളൊന്നും ഇവിടുന്ന് പോയിട്ടില്ലേന്ന്. അങ്ങനെ ഇന്നത്തെ ഒരുവിധം എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ എന്താണോ സ്വപ്നം കണ്ടത് അത് കുറഞ്ഞ സമയത്തിൽ തന്നെ പഠിച്ചോ നമ്മളെ ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും ബിസി ആയിട്ടുള്ള ഓരോ ദിവസമാണ് നമ്മളിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മേക്കപ്പ് നിർത്തിയപ്പോൾ ഒത്തിരി പേർക്ക് സന്തോഷമായിരുന്നു. അതിൽ മെയിൻ കാരണം അവർ ഞാൻ മേക്കപ്പ് നിർത്തിയപ്പോൾ ചോദിക്കാൻ തുടങ്ങി, നീ എന്തിനാ ആ ഒരു ഫീൽഡ് ഒഴിവാക്കിയേ, നിൻ്റെ ഒപ്പം വന്നവരൊക്കെ വലിയ നിലയിലെത്തിയില്ലേ. കാരണം നമ്മളെ പരമാവധി നോവിക്കാൻ പറ്റുമോ അത്ര തന്നെ നോവിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഉറപ്പായിട്ട് തിരിച്ചു വരും. കാരണം എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും അത് നിർത്തിയിട്ടൊന്നുമില്ല. അത് നിർത്തിയെന്ന് വിചാരിച്ച് സന്തോഷിക്കുന്നവർക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ, ഞാൻ എന്തായാലും ആ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.